നമസ്കാരം. മിത സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. നോവലിസ്റ്റ് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്ന നോവലിലെ 7-8 ഭാഗങ്ങൾ കേൾക്കാം. ആദിയുടെ ട്രെയിൻ 1 മണിക്കൂറോളം ലേറ്റായിരുന്നു. അവൾ റെയിൽവേ പാർക്കിങ്ങിൽ കാർ നിർത്തി അത്യാവശ്യമായി തീർക്കാനുണ്ടായിരുന്ന വർക്കുകൾ ചെയ്യാൻ ആരംഭിച്ചു. ലാപ്പിൽ നോക്കിയിരുന്നതിനാൽ സമയം പോയത് അറിഞ്ഞില്ല. ഫോണിൽ ആദിയുടെ കോൾ വന്നപ്പോഴാണ് അവൾ വാച്ചിൽ നോക്കിയത്. ട്രെയിൻ വന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിരുന്നു. എടി ശവമേ, നീ എവിടെയാ? ബംഗാളിയും ഹിന്ദിയും അറിയാതെ ഞാനിവിടെ തെണ്ടേണ്ടി വരുമോ? ഫോൺ എടുത്ത പാടെ ആദി ദേഷ്യപ്പെട്ടു. നീ ബഹളം വെക്കാതെ ആദി, ഞാനിവിടെ പാർക്കിങ്ങിൽ തന്നെയുണ്ട്. അവൾ ഫോൺ ചെയ്തുകൊണ്ട് പ്ലാറ്റ്ഫോമിനടുത്തേക്ക് വേഗത്തിൽ നടന്നു. ഒരു സൺഗ്ലാസും തോളിൽ വലിയൊരു ട്രാവൽ ബാഗുമിട്ട് പ്ലാറ്റ്ഫോമിന് പുറത്ത് തൂണിൽ ചാരി ചുറ്റും നോക്കിക്കൊണ്ടിരുന്ന ആദിയെ കണ്ടതും അവൾ കൈവീശി അടുത്തേക്ക് ചെന്നു. ആദി, അവൻ്റെ പേരുറക്കെ വിളിച്ചുകൊണ്ട് അവൾ അവനെ ഹഗ് ചെയ്തു. അതെ, ഞാൻ ബാംഗ്ലൂരിലുണ്ടായിരുന്ന എൻ്റെ ഒരു അലവലാതി ഫ്രണ്ടിനെ അന്വേഷിച്ച് വന്നതാ. നീ ഏതാ? മനസ്സിലായില്ല. അതിഥിയുടെ പുതിയ ലുക്കും ഡ്രസ്സിങ്ങും എല്ലാം കണ്ട് അവൻ മുഖത്തൽപ്പം ഗൗരവം വരുത്തിക്കൊണ്ട് ചോദിച്ചു. നീ അന്വേഷിച്ച് വന്ന ആ അതിഥിയെ ബാംഗ്ലൂരിൽ തന്നെ കുഴിവെട്ടി മൂടി. ഇത് അതിഥി 2.0. ഒന്ന് വാടേ. അവൾ അവൻ്റെ കൈയും പിടിച്ച് പാർക്കിങ്ങിലേക്ക് നടന്നു. അടിപൊളി പെർഫ്യൂം, നല്ല വിലയുണ്ടാവുമല്ലേ? വീട്ടിൽ ചെന്നിട്ട് അടിച്ചു മാറ്റാം. അവൾ കേൾക്കണമെന്ന നിർബന്ധമില്ലാതെ ആത്മഗതമെന്നോണം പറഞ്ഞു. ഈ കാർ നീ വാടകയ്ക്കെടുത്തതാണോ? അവൻ കാറിന് ചുറ്റും നടന്ന് നിരീക്ഷിച്ചു. ഒന്ന് പോടാ, പൈസ എണ്ണിക്കൊടുത്ത് വാങ്ങിച്ചതാ. അവൾ അവൻ്റെ ബാഗ് വാങ്ങി ഡിക്കിയിലേക്ക് വെച്ചു. വല്ല കള്ളനോട്ടുമായിരിക്കും, അല്ലാതെ നിൻ്റെയിലെവിടുന്ന ഇത്രയും പൈസ? ദേ, അധികം വാചകമടിച്ചാൽ ഞാൻ വഴിയിൽ ഇറക്കിയിട്ട് പോകും, കേട്ടല്ലോ? വന്ന് വണ്ടിയിൽ കയറിയേ. അവൾ ഡ്രൈവിംഗ് സീറ്റിലേക്കിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എടി, അടുത്ത പടത്തിൽ എനിക്ക് തരക്കേടില്ലാത്തൊരു റോൾ റെഡിയായിട്ടുണ്ട്. സിനിമയിൽ ഒരിക്കലെങ്കിലും മര്യാദയ്ക്ക് തല കാണിച്ചിട്ട് മരിക്കണമെന്നാണ് ആഗ്രഹം. അവൻ കാറിൽ കയറാൻ മടിച്ച് അല്പം പരുങ്ങലോടെ പുറത്തുനിന്നു. നീ ധൈര്യമായി കയറിക്കോ, ഡ്രൈവിംഗ് എനിക്കിപ്പോൾ വെറും പിള്ളേര് കളിയാ. അവൻ മടിച്ച് മുൻസീറ്റിൽ കയറി സീറ്റ് ബെൽറ്റിട്ടു. അവൾ കാർ മുന്നോട്ടെടുത്ത് ഭക്ഷണം കഴിക്കാനായി അർസലാൻ ഹോട്ടലിലേക്ക് ഡ്രൈവ് ചെയ്തു. ദേ ആദി, ഇവിടെ വെച്ചാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ ഇടിച്ചിട്ടത്. അവൾ മൈത്രേയി റോയ് വീണുകിടന്നിടത്തേക്ക് കൈ ചൂണ്ടി. എന്തോന്ന്? നീയല്ലേ പറഞ്ഞത് ഡ്രൈവിംഗ് നിനക്ക് പിള്ളേര് കളിയാണെന്ന്? അവൻ ഞെട്ടലോടെ അവളെ നോക്കി. പിള്ളേര് കളിയാണെന്നല്ലേ പറഞ്ഞുള്ളൂ, ആ കളിയിൽ ആളെ ഇടിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ ഹോട്ടലിലെത്തുന്നവരെ ഒരക്ഷരവും അവൻ്റെ വായിൽ നിന്നും പുറത്തു വന്നില്ല. അവൾ പറയുന്നതിന് തലയാട്ടുക മാത്രം ചെയ്തു. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു ബിരിയാണി ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ആൾക്കാർ എന്ത് കണ്ടിട്ടാണാവോ കൊൽക്കത്ത ബിരിയാണിക്ക് ഇത്രയും ഹൈപ്പ് കൊടുക്കുന്നത്? അതും ബിരിയാണിയിൽ ഉരുളക്കിഴങ്ങിട്ട് വെച്ചേക്കുന്നു, റൈസിൽ മസാല പോലുമില്ല. നമ്മുടെ കേരള സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കുന്നവർ ആരെങ്കിലും ഈ ബിരിയാണി കഴിച്ചിരുന്നെങ്കിൽ ആ ഉരുളക്കിഴങ്ങെടുത്ത് തലയ്ക്കടിച്ച് ചത്തേനെ. ഒന്ന് മിണ്ടാതിരിക്കാതെ, ഇവിടത്തുകാർ കേട്ടാൽ ആ ഉരുളക്കിഴങ്ങ് കൊണ്ട് നിന്റെ വായ മൂടും. അല്ലേലും പണ്ടേ നിനക്കെല്ലാത്തിനോടും പുച്ഛമാണല്ലോ. ആരു പറഞ്ഞു പുച്ഛമാണെന്ന്? നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും. ഇമാതിരി പാതകങ്ങൾ ചെയ്തു വച്ചാൽ എൻ്റെ വായിൽ നിന്ന് ഇതൊക്കെ വരത്തുള്ളൂ. അത് ഞാൻ കണ്ടു. ഇവിടെ വന്ന് ഇത്രയും നേരമായിട്ടും എന്നെക്കുറിച്ചൊരു നല്ല വാക്ക് പറഞ്ഞോ? അവൾ ലിഫ്റ്റിൽ വെച്ച് അല്പം ശബ്ദം താഴ്ത്തി അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. എന്താടി പിറുപിറുക്കുന്നേ? എന്തേലുമുണ്ടേൽ മുഖത്തു നോക്കി പറയ്. അവൻ അവളെ തുറിച്ചു നോക്കി. ഒന്നുമില്ല, നീ വന്നത് എത്ര സന്തോഷമായി എന്ന് പറയുമായിരുന്നു. അവൾ ലിഫ്റ്റിറങ്ങി വേഗത്തിൽ നടന്ന് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോർ തുറന്നു. എൻ്റെ അമ്മേ, സീൻ! ഇത്രയും പ്രീമിയം ഫ്ലാറ്റിലാണോ നീ താമസിക്കുന്നത്? പണ്ട് ആ സാക്ഷിയുടെ കൂടെ ഹോസ്റ്റലിലെ കുടുസുമുറിയിൽ ഒറ്റ ബെഡിൽ കിടന്നുറങ്ങിയ ആളാ നീ. ഇത്രയ്ക്കങ്ങ് പച്ചപിടിച്ചെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോടി. അവൻ ബാഗ് സോഫയിലേക്ക് വെച്ച് അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു. ചുമ്മാ അങ്ങ് പച്ചപിടിച്ചതല്ല, കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ്. അവൾ ഒരു ടവലെടുത്ത് അവൻ്റെ മേലേക്ക് എറിഞ്ഞു. ദാ, അതാണ് നിൻ്റെ റൂം, പോയി ഫ്രഷായിക്കോ. അവൾ അവന് ഗസ്റ്റ് റൂം ചൂണ്ടിക്കാണിച്ച് തൻ്റെ മുറിയിലേക്ക് നടന്നു. കുളിച്ച് ഫ്രഷായി വന്ന അതിഥി ആദ്യം അടുക്കളയിൽ കയറി എന്തോ ചെയ്യുന്നത് കണ്ട് അവിടേക്ക് വന്നു. ഇതെന്താ ഇവിടെ പരിപാടി? ഇന്നത്തെ ബിരിയാണി എനിക്ക് പണി തരുമോ എന്നൊരു നേരിയ സംശയം, അതുകൊണ്ട് മുൻകൂട്ടി ഒരു ലെമൺ ടീ കുടിക്കാമെന്ന് കരുതി. നിനക്ക് വേണോ? അവൻ കെറ്റിലിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ആയിക്കോട്ടെ. ആർക്കും ഇതുവരെ കൈകൊണ്ട് ഒരു പച്ചവെള്ളം പോലും കൊടുക്കാത്ത നിന്റെ കയ്യിൽ നിന്ന് ഒരു ചായ കിട്ടുകയെന്ന് വെച്ചാൽ വലിയ കാര്യമല്ലേ? അവൾ നനഞ്ഞ മുടി ടവല് കൊണ്ട് ഒപ്പി ചൂടുള്ള ചായയുമായി രണ്ടുപേരും ബാൽക്കണിയിലെ കസേരയിലേക്കിരുന്നു. തനിച്ചിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ നിനക്ക് മടുപ്പ് തോന്നില്ലേ? അല്പനേരത്തെ മൗനത്തിന് ശേഷം അവൻ ചോദിച്ചു. മടുക്കുമെന്നാണ് ഞാനും ആദ്യം കരുതിയത്, പക്ഷേ അതങ്ങനെയല്ല. ഇപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സമാധാനവും സന്തോഷവും ഒക്കെയുണ്ട്.
നീ ബാംഗ്ലൂർ വിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. ഒരു കഥയുമില്ലാത്ത നീ ഇവിടെ വന്നിട്ട് എന്താ കാണിക്കാൻ പോകുന്നതെന്ന്. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടായിരുന്നു ആ പേടി. ശരിക്കും? അവൾ വിശ്വാസം വരാതെ അവനെ നോക്കി. ലയയാണ് പറഞ്ഞത്, ദിവസവും വിളിച്ച് ആരും ഒന്നും അന്വേഷിക്കേണ്ട, നീ സമയമെടുത്ത് നിന്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് സോൾവ് ചെയ്യട്ടെ എന്ന്. ആ സമയത്ത് നീ ഇവിടെ തനിയെ എന്ത് ചെയ്യുകയാവും എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഒരിക്കൽ ടിക്കറ്റ് എടുത്ത് വന്നാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ കരുതി ലയ പറയുന്നതിലും കാര്യമുണ്ടെന്ന്. ആരും കൂട്ടിനില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് കെട്ടിപ്പടുക്കുന്ന ജീവിതത്തിൻ്റെ അടിത്തറയ്ക്ക് നല്ല ഉറപ്പുണ്ടാകും. പിന്നെ ഒരു കാറ്റിനോ വേനലിനോ ഒന്നും അതിൽ വിള്ളലുണ്ടാക്കാൻ കഴിയില്ല. ഇപ്പോൾ നിന്നെ ഇങ്ങനെ കാണുമ്പോൾ അന്ന് ടിക്കറ്റ് എടുക്കാതിരുന്നത് നന്നായെന്ന് തോന്നുന്നു. ലയ പറഞ്ഞത് ശരിയാണ്. ഇവിടെ വന്ന് ആദ്യമൊക്കെ ഞാൻ എന്നും കരഞ്ഞാണ് ഉറങ്ങിയിരുന്നത്. എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയുണ്ടായിരുന്നില്ല. എല്ലാം വിട്ട് തിരിച്ചു പോയാലോ എന്ന് വരെ കരുതിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എളുപ്പം തോറ്റുകൊടുക്കാനും മനസ്സ് സമ്മതിച്ചില്ല. എനിക്കറിയാമായിരുന്നു എൻ്റെ ഒരു ഫോൺ കോളിൽ ഓടിയെത്താൻ നീ ഉൾപ്പെടെ ഒരുപാട് പേര് ചുറ്റുമുണ്ടെന്ന്. പക്ഷേ ജീവിതത്തോട് ഒരിക്കലെങ്കിലും എനിക്കൊറ്റയ്ക്ക് പൊരുതണമായിരുന്നു. ആരെയും ബോധിപ്പിക്കാനല്ല, എനിക്ക് വേണ്ടി തന്നെ സ്വയം സമാധാനിക്കാൻ ഒരു ജയമെങ്കിലും എനിക്ക് ആവശ്യമായിരുന്നു. ആ തീരുമാനം തെറ്റായില്ലല്ലോ. 3 വർഷം കൊണ്ട് നീ ഒരുപാട് മാറിയിട്ടുണ്ട്. ബാംഗ്ലൂരിലായിരുന്നപ്പോൾ മിക്ക ദിവസവും ഓഫീസിലെ ഏതെങ്കിലും ഒരു കോണിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഇരുന്ന അതിഥിയിൽ നിന്ന് ഇപ്പോഴുള്ള നിന്നെ നോക്കുമ്പോൾ രണ്ടും രണ്ടാളുകളാണെന്ന് തോന്നുന്നു. നിന്റെ ഈ മാറ്റത്തിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ മാത്രമല്ല, നിന്നെ സ്നേഹിക്കുന്ന എല്ലാവരും. അവൻ എഴുന്നേറ്റ് വന്ന് അവളുടെ തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്തു നിർത്തി. ഇതൊക്കെ പറഞ്ഞാലും നീ ഇത്രയും പെട്ടെന്ന് ഗതി പിടിക്കുമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷെ ഒരു കണക്കിന് അതിപ്പോൾ ഉപകാരമായി. പൈസ കടം ചോദിക്കാൻ എനിക്കൊരാളായല്ലോ. കടമെന്ന് പറയരുത്, വാങ്ങാൻ എന്ന് പറയണം. തിരിച്ചു തരില്ലെന്ന് ഉറപ്പിച്ച് നീ വാങ്ങുന്ന പൈസയെ കടമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. എടി, നീ നോക്കിക്കോ, ഒരു ദിവസം ഞാനൊരു വലിയ ആക്ടറാവും. അന്ന് നിന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച പൈസയെല്ലാം പലിശയടക്കം തിരിച്ചും തന്നിരിക്കും. കണ്ടാൽ മതി. അവൾ ചിരിച്ചുകൊണ്ട് ബാൽക്കണിയിലെ കൈവരിയിലേക്ക് ചാരി. ആൻറ്റിയും ശാലുവുമൊക്കെ ഇപ്പോൾ എവിടെയാണ്? നീ അവരെയൊന്നും വിളിക്കാറില്ലേ? വിളി എല്ലാവരുമായി കുറവാണ്. പക്ഷേ മെസ്സേജ് അയക്കാറുണ്ട്. അവരിപ്പോൾ നാട്ടിലാണ്. ഡിവോഴ്സിന് സമയത്ത് വലിയ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ എല്ലാം ശരിയായി വരുന്നു. ശാലു നാട്ടിൽ ഡിഗ്രി ചെയ്യുന്നു. ആൻറ്റി കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. കുറച്ചുകാലം താമസം ആൻറ്റിയുടെ തറവാട്ടിലായിരുന്നു. ഇപ്പോൾ അവർ വാടകയ്ക്ക് ഒരു വീടെടുത്തു മാറി. കുറച്ചുകാലത്തേക്ക് മാത്രം അനുഭവിക്കേണ്ടി വരുന്ന വേദനയും പ്രയാസവും എല്ലാം മുന്നിൽ കണ്ട് ആ ബന്ധം തുടർന്നിരുന്നെങ്കിൽ ഇന്നും ബാംഗ്ലൂരിലെ ആ ഫ്ലാറ്റിൽ ജീവിതം കരഞ്ഞു തീർത്തേനെ. നമ്മൾ ഏറ്റവും പേടിക്കുന്ന ചില കാര്യങ്ങളില്ലേ, കുറച്ച് ധൈര്യം സംഭരിച്ച് അതിനെ നേരിട്ട് കഴിഞ്ഞാൽ നമ്മെ കാത്തിരിക്കുന്നത് നമ്മൾ അത്രയും കാലം ആഗ്രഹിച്ച എല്ലാ സന്തോഷങ്ങളുമാകും. ബാൽക്കണിയിലേക്ക് ഇരച്ചു കയറുന്ന തണുത്ത കാറ്റിൽ അവൾക്ക് ചെറുതായി ശരീരം വിറയ്ക്കുന്നത് പോലെ തോന്നി. അവൾ കൈകൾ പിണച്ച് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ആദ്യം അകത്തുപോയി ഒരു ബ്ലാങ്കറ്റ് എടുത്ത് കൊണ്ടുവന്ന് അവളെ പുതപ്പിച്ചു. ആഹാ, നല്ല ശീലങ്ങളൊക്കെ പഠിച്ചല്ലോ. ഓ, സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇനി നിനക്കെങ്ങാൻ നാളെ പനി പിടിച്ചാൽ നിന്നെയും പരിചരിച്ച് ഞാൻ ഇവിടെ ഇരിക്കേണ്ടി വരും. ആദ്യ ദിവസത്തെ ഷൂട്ടാണ്, അത് മുടക്കാൻ പറ്റില്ല. അവൻ ചായ ഗ്ലാസുമായി അടുക്കളയിലേക്ക് നടന്നു. ശവം, ഈ 3 വർഷം കൊണ്ട് ഒരു മാറ്റവും സംഭവിക്കാത്ത ജീവി നീ മാത്രമായിരിക്കും. അവൻ കേൾക്കാൻ അല്പം ഉച്ചത്തിൽ അവൾ വിളിച്ചു പറഞ്ഞു. രാവിലെ ആദ്യയെ ലൊക്കേഷനിൽ ഡ്രോപ്പ് ചെയ്ത ശേഷം ഓഫീസിലെത്തിയതും ക്യാബിനിലേക്ക് കയറാതെ അവൾ നേരെ ആ ആഴ്ചയിലെ കണ്ടന്റ് ബ്രീഫിംഗ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായി മീറ്റിംഗ് റൂമിലേക്ക് നടന്നു. 4 മണിക്കൂറോളം നീണ്ടുനിന്ന മീറ്റിംഗ് അവസാനിച്ചപ്പോൾ ഉച്ചയായി. അവൾ ക്യാബിനിൽ തിരിച്ചെത്തിയപ്പോഴേക്കും രോഹിണി ലഞ്ച് ടേബിളിൽ അടച്ചു വെച്ചിരുന്നു. കഴിക്കുന്നതിനിടെ അവൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തു. രാവിലെ വിവാൻ അയച്ച മെസ്സേജ് അൺറീഡായി കിടക്കുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് മാഡം, വൈകിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് തന്നാൽ നമ്മുടെ ഫൈനൽ ഡിസൈൻ കാണിക്കാം. രാത്രി 9 മണിയോടെ കഴിഞ്ഞ തവണ മീറ്റ് ചെയ്ത അതേ സ്ഥലത്ത് കാണാമെന്ന് അവന് മറുപടി അയച്ചു. വൈകിട്ട് വീട്ടിലെത്തി ജിമ്മിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുമ്പോഴാണ് ലയയുടെ കോൾ വന്നത്. ആദ്യ കൊൽക്കത്ത വന്ന കാര്യം നീ പറഞ്ഞില്ലല്ലോ. ഋഷിയുടെ കരച്ചിലിനിടയിൽ അതിഥി കേൾക്കാനായി അവൾ അല്പം ശബ്ദമുയർത്തി ചോദിച്ചു. നീ ഇതെങ്ങനെ അറിഞ്ഞു? ഞാനത് ആരോടും പറഞ്ഞിരുന്നില്ലല്ലോ. ആരും പറയേണ്ട കാര്യമില്ല. അവൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നിന്ന് നാട്ടുകാർ അറിഞ്ഞോളും. ഓ ബെസ്റ്റ്, ഞാനത് കണ്ടില്ല. നിന്നോട് പറയണമെന്ന് കരുതിയതാ, തിരക്കുകൾക്കിടയിൽ വിട്ടുപോയി. അതിഥി പ്രീ വർക്കൗട്ട് ഡ്രിങ്ക് ഉണ്ടാക്കാനായി കിച്ചണിലെത്തി ഫോൺ സ്പീക്കറിലിട്ടു. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നീ എന്നോട് പറയാതിരിക്കുന്നുണ്ടല്ലോ. ഞാൻ അറിയാത്ത വേറെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടവിടെ? ലയ ഋഷിയെ മെൽവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം ഫോണുമായി ഹാളിലേക്ക് നടന്നു. അവളത് ചോദിച്ചത് എന്തുദ്ദേശിച്ചാണെന്ന് അതിഥിക്ക് മനസ്സിലായില്ലെങ്കിലും പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് മഹാദേവിൻ്റെ പേരിലുള്ള ആ കത്തുകളാണ്. ഹലോ, പോയോ?
അവളൊന്നും മിണ്ടാതായപ്പോൾ ലയ 2 തവണയായി ചോദിച്ചു. ഇല്ല, ഇവിടെയുണ്ട്. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൾ ആ കത്തുകളുടെ കാര്യം ലയയോട് പറഞ്ഞു. പക്ഷേ അവൾ പ്രതീക്ഷിച്ച പോലെ ലയയുടെ ഭാഗത്തു നിന്നും അത്ഭുതമോ ഞെട്ടലോ ഒന്നും ഉണ്ടായില്ല. നീ എന്താ ഒന്നും പറയാത്തത്? നിനക്കിതിൽ ഒന്നും തോന്നുന്നില്ലേ? എനിക്കെന്ത് തോന്നാൻ? കത്ത് വന്നത് നിനക്കല്ലേ? പിന്നെ ആ കത്തയച്ചത് നിന്നെ നന്നായിട്ടറിയാവുന്ന, നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആരോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ കുറച്ചു കത്തുകളുമായി ആരെങ്കിലും വരണമെങ്കിൽ തീർച്ചയായും അതിനു പിന്നിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ട്. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് വഴിയേ അറിയാം. നീ പറഞ്ഞ പോലെ അധികം വൈകാതെ ഇനിയും ഒരു കത്ത് വരാനുള്ള എല്ലാ സാധ്യതയും ഞാനും കാണുന്നുണ്ട്. എന്നാലും ലോകത്ത് ഇത്രയും ആളുകൾ ഉണ്ടായിട്ടും ഇതൊക്കെ നിന്നെ മാത്രം തേടി വരുന്നത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ലയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്നലെ മുഴുവനും ആദിയുടെ വകയായിരുന്നു. ഇന്നിനി നീയും കൂടി തുടങ്ങിക്കോ കളിയാക്കാൻ. ഓക്കെ, ബൈ. അവൾ പരിഭവത്തോടെ ഫോൺ കട്ട് ചെയ്തു. പൊതുവെ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടിയാൽ അതിനെക്കുറിച്ച് മണിക്കൂറുകളോളം സംസാരിക്കുന്ന ലയ ഈ കാര്യം നിസ്സാരമായി കണ്ടുവിട്ടതിൽ അവൾക്കെന്തോ പന്തികേട് തോന്നി. പറഞ്ഞ സമയത്തിന് മുൻപേ അവൾ കോളേജ് സ്ട്രീറ്റിനടുത്തുള്ള കഫേയിലെത്തി. ഒരു ഷുഗർലെസ് ഓറഞ്ച് ജ്യൂസിന് ഓർഡർ കൊടുത്തു. താൻ 10 മിനിറ്റ് ലേറ്റാണ്. കയ്യിലൊരു ഐപാഡുമായി കയറി വന്ന് വിവാൻ അവൾക്ക് മുന്നിലെ കസേര വലിച്ചിട്ടിരുന്നു. 10 മിനിറ്റല്ലേ കാത്തിരുന്നുള്ളൂ? 10 വർഷമൊക്കെ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ എന്തായാലും ഞാൻ പെടില്ല. കഴിക്കാൻ എന്താ പറയേണ്ടത്? ഇതുതന്നെ മതി. അവനും ഒരു ഓറഞ്ച് ജ്യൂസിന് ഓർഡർ കൊടുത്തു. ഇവാൻ ഡിസൈൻ കാണിക്കാനായി ഐപാഡ് ഓൺ ചെയ്തു. വാവ്, ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. താൻ കാണിക്കുന്ന ആദ്യ ഡിസൈൻ തന്നെ എനിക്കിഷ്ടമാകുമെന്ന് ഞാൻ കരുതിയതേയില്ല. അവൾ സന്തോഷത്തോടെ വീണ്ടും ഡിസൈൻ ശ്രദ്ധിച്ചു നോക്കി. കുറച്ച് പണിപ്പെട്ടു. പൂർണ്ണമായും മരം കൊണ്ട് പണിത പോർച്ചുഗലിലെ മഫ്ര നാഷണൽ ലൈബ്രറിയുടെ റെഫറൻസ് എടുത്താണ് ചെയ്തിരിക്കുന്നത്. താൻ മിനിമം ഒരു 4-5 കുറ്റമെങ്കിലും കണ്ടുപിടിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്. തന്നെ ഇംപ്രസ് ചെയ്യാൻ ഇത്ര എളുപ്പമാണെന്ന് ഞാനും കരുതിയില്ല. അവൻ ഡിസൈനിലെ ഓരോ എലമെൻസും അവൾക്ക് വിവരിച്ചു കൊടുത്തു. ഹലോ, തന്നെ കണ്ട് ഇംപ്രസ് ആയെന്നല്ല, ഡിസൈനിൽ ഇംപ്രസ് ആയെന്നാണ് പറഞ്ഞത്. രണ്ടാണെങ്കിലും എനിക്കൊക്കെയാണ്. ഡിസൈൻ ഇഷ്ടമായാൽ ഡേറ്റിന് വരാമെന്ന് ആദ്യമേ സമ്മതിച്ചതാണല്ലോ. അങ്ങനെ ഒരു വാക്ക് തന്നതിൽ ഞാൻ ഇപ്പോൾ ഒരുപാട് ഖേദിക്കുന്നു. നാളെ വൈകുന്നേരം ഞാൻ എല്ലാ ക്ലബ് മെമ്പേഴ്സിനോടും വരാൻ പറയാം. താൻ തന്നെ വന്ന് ഡിസൈൻ പ്രസൻറ്റ് ചെയ്യണം. അവർക്ക് ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവൾ ക്ലബിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് കാര്യം അറിയിച്ചു. അവൻ ബില്ല് പേ ചെയ്ത് അവളുടെ ഒപ്പം കാറിനടുത്തേക്ക് നടന്നു. അവനോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തെങ്കിലും വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നില്ല. അവൾ വീണ്ടും വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഒടുവിൽ നിരാശയോടെ എന്തോ കാര്യമായ ട്രബിൾ ഉണ്ടെന്നുറപ്പിച്ച് കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. എന്തു ചെയ്യും? നമുക്ക് സർവീസ് സെൻ്ററിൽ വിളിച്ച് റോഡ് സൈഡ് അസിസ്റ്റൻസ് ചോദിച്ചാലോ? അവൻ അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ട് പറഞ്ഞു. അവൾ ഫോൺ എടുത്ത് സർവീസ് സെൻ്ററിൽ വിളിച്ചു. മാഡം, ഇത്രയും ലേറ്റായ സ്ഥിതിക്ക് ഇനി കാലത്തെ ടെക്നീഷ്യൻ അവൈലബിൾ ആവുള്ളൂ. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഫോൺ കട്ട് ചെയ്ത് അതിഥി അസ്വസ്ഥതയോടെ കാറിലേക്ക് ചാരി നിന്നു. എന്തായാലും അവർ നാളെയല്ലേ വരുള്ളൂ. വാ, തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. സാരമില്ല, ബുദ്ധിമുട്ടണ്ട, ഞാൻ ഊബർ എടുക്കാം. അതിഥി ഊബർ ബുക്ക് ചെയ്യാനായി ആപ്പ് ഓപ്പൺ ചെയ്തു. ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് ഫ്ലാറ്റിൽ നേരത്തെ എത്തിയിട്ട് ആവശ്യങ്ങൾ ഒന്നുമില്ല. ഈ സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് വീടെത്താം. താൻ കയറിക്കേ. അവൻ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അവൾ അവനൊപ്പം കാറിൽ കയറി. എനിക്ക് തോന്നുന്നു തന്നെ ഇപ്പോൾ ഒരു ഡേറ്റിന് കൊണ്ടുപോകണമെന്ന് യൂണിവേഴ്സ് പറയുകയാണെന്ന്. അതിൻ്റെ നിമിത്തമാണ് ഇതെല്ലാം, വിവാൻ പുഞ്ചിരിയോടെ പറഞ്ഞു. എനിക്ക് നല്ല സമയദോഷമുണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച സർവീസ് ചെയ്ത വണ്ടി ഇത്ര പെട്ടെന്ന് പണി തരില്ലല്ലോ. ഫ്ലാറ്റ് എത്തുന്നവരെ ഡിസൈനിനെക്കുറിച്ചും കൊൽക്കത്ത ഫുഡിനെക്കുറിച്ചും അവൻ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്നു. കേട്ടിരിക്കാൻ രസമുള്ള പോലെ അതിഥി അവൻ പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് വെറുതെ മൂളുക മാത്രം ചെയ്തു. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഫ്ലാറ്റിൽ കയറിയിട്ട് പോകാം. വിവാനെ അവൾ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇത്രയും പെട്ടെന്ന് വീട്ടിൽ കയറ്റാൻ മാത്രം എന്നെ വിശ്വാസം വന്നോ? വിശ്വാസത്തിൻ്റെ അല്ല, ഒരു ആതിഥ്യമര്യാദയായി കണ്ടാൽ മതി. അവൻ പാർക്കിങ്ങിൽ കാർ നിർത്തി അവളോടൊപ്പം ഫ്ലാറ്റിലേക്ക് നടന്നു. ഇവിടെ കയറുന്ന മുൻപേ ഇതിൻ്റെ അകം എങ്ങനെയുണ്ടാവുമെന്ന് ഞാൻ കരുതിയോ അതുപോലെ തന്നെയുണ്ട്. അവൻ ഹാളിൽ മുഴുവൻ കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു സ്ഥലം കാണാതെ അതെങ്ങനെയുണ്ടാവുമെന്ന് പ്രവചിക്കാനുള്ള കഴിവും പ്രൊഫഷൻ്റെ ഭാഗമാണോ? അവൾ കെറ്റിലിൽ ചായ തിളപ്പിക്കാൻ വെച്ചു. അതിന് പ്രൊഫഷനുമായി ഒരു ബന്ധവുമില്ല. താമസിക്കുന്ന ആളെക്കുറിച്ചും അവരുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും ഒരു ധാരണയുണ്ടായാൽ മതി. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നെക്കുറിച്ച് നന്നായിട്ടറിയാമെന്നാണോ? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ പറയാറില്ലേ, എത്ര കാലമെടുത്താലും ഒരാളെ മുഴുവനായി മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് കഴിയില്ലെന്ന്. എന്തിന്, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ധാരണകൾ ചിലപ്പോൾ തെറ്റാറില്ലേ? ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ പെരുമാറുമെന്ന് വിചാരിച്ചാൽ പോലും അതിന് സാധിക്കാതെ വരാറില്ലേ? തന്നെ നന്നായിട്ട് മനസ്സിലാക്കിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ചില ബേസിക് കാര്യങ്ങളൊക്കെ ഒരാളോട് ഇടപഴകുമ്പോൾ മനസ്സിലാക്കാവുന്നതേയുള്ളൂ.
സ്വല്പം ബുദ്ധിയുള്ള ആളാണെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ ചിലത് പ്രഡിക്റ്റ് ചെയ്യാനും സാധിക്കും. അതിഥി ചായ തിളച്ചപ്പോൾ കെറ്റിൽ ഓഫ് ചെയ്തു. വിവാൻ പുസ്തകങ്ങൾ അടുക്കി വെച്ച ഷെൽഫിനടുത്തേക്ക് നടന്നു. ഇതൊക്കെ താൻ വായിച്ചതാണോ? എന്തുമാത്രം പുസ്തകങ്ങളാണ്? അവൻ ഷെൽഫിൽ നിന്നും ഒരു ഇംഗ്ലീഷ് നോവലെടുത്തു. കോൾഡ് മൗണ്ടെയിൻ, ചാൾസ് ഫ്രേസിയർ. ഒരുവിധം എല്ലാം വായിച്ചിട്ടുണ്ട്. ഈ ഹിന്ദി ബംഗാളി പുസ്തകങ്ങളെല്ലാം കവറിൻ്റെ ഭംഗി കൊണ്ട് വാങ്ങിച്ചു വെച്ചതാ. താൻ വായിക്കാറില്ലേ? അവൾ കുറച്ച് പുതിനയില ചായ കപ്പുകളിലേക്കിട്ടു. കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ വായിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം കുറഞ്ഞു. അവൾ ഒരു കപ്പ് ചായ അവന് നേരെ നീട്ടി സോഫയിലേക്ക് വന്നിരുന്നു. ഫ്ലൈറ്റിൽ വെച്ച് പ്രൊഫഷണൽ ലുക്കിൽ തന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ബാൽക്കണിയിൽ തുളസിയും മുല്ലയും നട്ടുപിടിപ്പിച്ച് പുസ്തകങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു വശം തനിക്കുണ്ടാകുമെന്ന് ഒട്ടും കരുതിയില്ല. കണ്ടപ്പോൾ തന്നെ കയറി ജഡ്ജ് ചെയ്യാൻ ആര് പറഞ്ഞു? ആദ്യ നോട്ടത്തിൽ ഈ കുട്ടി കാണാൻ കൊള്ളാലോ എന്ന് മാത്രമാണ് തോന്നിയത്. ബാക്കിയെല്ലാം പിന്നെ വന്ന കാര്യങ്ങളാണ്. ആ ധാരണ തെറ്റാണെന്ന് എന്തായാലും താൻ പറയില്ലല്ലോ. പക്ഷേ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും താൻ നന്നായി ക്യാരി ചെയ്യുന്നുണ്ട്. അവൻ അവൾക്കടുത്തായി വന്നിരുന്നു. താൻ ഇങ്ങനെയാണോ എപ്പോഴും ക്ലയൻറ്റുകളെ കണ്ടുപിടിക്കുന്നത്? ഞങ്ങൾക്ക് ക്ലയൻറ്റുകളെ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരാറില്ല. പക്ഷേ ഇങ്ങനെ വന്നുപെടുന്ന ക്ലയൻറ്റുകൾക്കൊരു പ്രത്യേക പരിഗണന കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആ സ്പെഷ്യൽ കൺസിഡറേഷനിൽ ഉൾപ്പെടുന്ന ആളാണോ? ഈ സമയത്ത് ഞാൻ തൻ്റെ കൂടെ ഇവിടെ വന്നിരുന്നിട്ടും ആ സ്പെഷ്യാലിറ്റി തനിക്ക് തോന്നുന്നില്ലേ? ഞാൻ എവിടുന്നും അങ്ങനെ ഒരു പരിഗണന ആഗ്രഹിക്കാത്ത ആളാണ്. എനിക്ക് സാധാരണ ക്ലയൻസിന് കൊടുക്കുന്ന അതേ പ്രയോറിറ്റി തന്നാൽ മതി. അത് തൻ്റെ ഇഷ്ടം. പക്ഷെ ഞാൻ ലൈഫിൽ ഒരുപാട് റിഗ്രറ്റുകളുള്ള ഒരാളാണ്. എന്നെ സ്നേഹിച്ചിട്ടുള്ള പലർക്കും അവരർഹിക്കുന്ന പരിഗണന നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അവർ നമ്മെ ചുറ്റി എന്നും ഉണ്ടാകും എന്ന വിശ്വാസത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ ഞാൻ എൻ്റെ തിരക്കുകളിൽ മാത്രം ജീവിച്ചു. പക്ഷെ ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചാൽ പോലും തിരിച്ചു പിടിക്കാൻ കഴിയാത്തത്രയും ദൂരത്തിലാണ് പലരും. അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ ഉണ്ടായ ഇടർച്ച അവൾ ശ്രദ്ധിച്ചു. അവൻ ഗ്ലാസ്സിൽ ബാക്കിയായ ആറിയ ചായ മുഴുവനും ഒറ്റവലിക്ക് കുടിച്ച് കപ്പ് താഴെ വെച്ചു. 4 വർഷം മുൻപാണ് പപ്പ മരിക്കുന്നത്. പൊതുവെ ആൺകുട്ടികൾക്ക് അച്ഛനോടുണ്ടാവുന്ന ഒരകൽച്ചക്കുറവ് എനിക്കും പപ്പയോടുണ്ടായിരുന്നു. എല്ലാം ഷെയർ ചെയ്തിരുന്നത് അമ്മ വഴിയാണ്. പക്ഷെ പലപ്പോഴും പറയാതെ തന്നെ എനിക്ക് വേണ്ടതെല്ലാം പപ്പ ചെയ്യാറുണ്ടായിരുന്നു. മരിക്കുമ്പോൾ പപ്പയ്ക്ക് 54 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ വീട്ടിൽ ഞാനും അമ്മയും അനിയത്തിയും മാത്രമായപ്പോഴാണ് ഒരിക്കലും നോട്ടം കൊണ്ടുപോലും ഞാൻ സംസാരിക്കാതിരുന്ന പപ്പയുടെ വിടവ് എത്ര വലുതാണെന്ന് മനസ്സിലാക്കിയത്. ചില ആളുകൾ ബാക്കിയാക്കുന്ന ശൂന്യത അവരെക്കൊണ്ട് മാത്രമേ നിറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ മരണത്തിന് മുൻപിൽ നമ്മളെല്ലാം നിസ്സഹായരാണല്ലോ. അതിഥിക്ക് അതിനെന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഉള്ളിലെ വിങ്ങൽ അവൾക്ക് വായിച്ചെടുക്കാമായിരുന്നു. അവളുടെ മുഖത്തെ ഭാവമാറ്റം കണ്ടപ്പോൾ അവനിതൊന്നും പറയേണ്ടിയിരുന്നില്ലെന്നും തോന്നി. ഞാനിങ്ങനെയാണ്, പറഞ്ഞു പറഞ്ഞ് കാട് കയറും. താനത് വിട്ടേക്ക്. അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന അവളെ നോക്കി ഒരു ക്ഷമാപണമെന്നോണം അവൻ പറഞ്ഞു. തൻ്റെ സംസാരങ്ങളിൽ ഒരു സത്യമുണ്ട്. അതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും കേട്ടിരിക്കാം. അവൾ സോഫയിൽ വെച്ചിരുന്ന അവൻ്റെ കയ്യിൽ പതിയെ കൈ ചേർത്തു. നിന്നെ രണ്ടാമത് കണ്ടപ്പോൾ എനിക്കെന്താ തോന്നിയതെന്നറിയോ? അവൻ അല്പം കൂടെ അവൾക്കടുത്തേക്ക് ചേർന്നിരുന്നു. യു ആർ റിയൽ ആൻഡ് ദാറ്റ് ഈസ് റെയർ ടു ഫൈൻഡ്. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നമ്മുടെ ഡേറ്റിൻ്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം? ഡിസൈൻ ഇഷ്ടമായെങ്കിൽ വരാമെന്ന് പ്രോമിസ് ചെയ്തതല്ലേ? താൻ ആദ്യം ഈ കാര്യം പറഞ്ഞപ്പോൾ മുതൽ വരണമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷെ എന്തോ എനിക്കതിന് പറ്റുമെന്നും തോന്നുന്നില്ല. അത് തന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടൊന്നുമല്ല. ഞാൻ ഇപ്പോഴും ഇതിനൊന്നും റെഡിയല്ല എന്നൊരു തോന്നൽ. ഒരു പക്ഷേ ഇപ്പോൾ ജീവിതത്തിലെ പ്രയോറിറ്റികൾ മാറിയത് കൊണ്ടാവാം. അല്ലെങ്കിൽ എനിക്ക് പോലും മനസ്സിലാവാത്ത, പുറമേ വേദനിക്കാത്ത ഒരു മുറിവ് ഉള്ളിൽ എവിടെയോ ഉണങ്ങാതെ കിടക്കുന്നത് കൊണ്ടുമാകാം. എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ഉത്തരം കണ്ടെത്താൻ സാധിക്കാറില്ലല്ലോ. അതുപോലെയാണിതും. എനിക്ക് പോലും പൂർണ്ണമായി മനസ്സിലാവാത്ത പല കാര്യങ്ങളും എന്നെ ഇതിൽ നിന്നൊക്കെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. ഐ ആം സോ സോറി. പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ. അവൾ അല്പം വിഷമത്തോടെ അവനെ നോക്കി. അത് കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാവും. താനിങ്ങനെ സ്വയം വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൂർണ്ണ മനസ്സോടെ അല്ലാതെ ജീവിതത്തിൽ ആരും ഒന്നും ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ പുറകിൽ തട്ടി. ഒരുപാട് ലേറ്റായില്ലേ, ഞാൻ ഇറങ്ങട്ടെ? അവൻ അവളുടെ യാത്ര പറഞ്ഞ് ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. അവൻ പോയി കഴിഞ്ഞപ്പോൾ അവന് ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ച ആ നിമിഷത്തെ അവൾ ശപിച്ചു. ഒപ്പം പിടിതരാത്ത സ്വന്തം മനസ്സിനെയും. 8. വൈകുന്നേരം ഓഫീസിൽ നിന്നും റീഡിംഗ് ക്ലബ്ബിലേക്ക് ഇറങ്ങുമ്പോൾ തലേന്നു രാത്രിയിലെ സംഭവങ്ങൾ അവൾ ഓർത്തു. ഇന്നലത്തെ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് വിവാൻ വരാതിരിക്കുമോ എന്ന് അവൾ സംശയിച്ചു. അവൻ വന്നില്ലെങ്കിൽ ഡിസൈൻ കാണാൻ വന്ന മെമ്പേഴ്സിനോട് എന്ന് പറയുമെന്നോർത്ത് അല്പം പരിഭ്രമത്തോടെയാണ് അവൾ ബുക്ക് ഷോപ്പിലേക്ക് കയറി ചെന്നത്. പക്ഷേ അവളെ ഞെട്ടിച്ചുകൊണ്ട് അവൾ എത്തുന്നതിന് മുൻപേ അവനവിടെ വന്നിരുന്നു. മാത്രവുമല്ല എല്ലാവരുമായും ചെറിയൊരു ഡിസ്കഷനും നടത്തിയിരുന്നു.
പ്രസന്റേഷൻ കഴിഞ്ഞപ്പോൾ അതിഥിയെപ്പോലെ തന്നെ എല്ലാവർക്കും ആ ഡിസൈൻ ഇഷ്ടമായി. ഞാൻ കരുതി താൻ വരില്ലായിരിക്കുമെന്ന്. പ്രസന്റേഷൻ കഴിഞ്ഞ് തൻ്റെ മാക്ബുക്ക് ബാഗിലേക്ക് വെച്ചുകൊണ്ട് ഇരുന്ന വിവാനോടായി അവൾ പറഞ്ഞു. എൻ്റെ കൂടെ ഡേറ്റിന് വരാൻ താൻ ഓക്കെ അല്ലെന്നല്ലേ പറഞ്ഞുള്ളൂ? എൻ്റെ വർക്ക് വേണ്ടെന്നല്ലല്ലോ. ഒരു പെൺകുട്ടി നോ പറഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള വകതിരിവൊക്കെ എനിക്കുണ്ട്. അവൻ ചിരിച്ചുകൊണ്ട് ബാഗ് തോളിലേക്കിട്ടു. അങ്ങനെയാണെങ്കിൽ താൻ വാ, ഒരുപാട് നേരം അവിടെ ഒച്ചയിട്ട് സംസാരിച്ചതല്ലേ, ഒരു തണുത്ത ലസ്സി വാങ്ങിച്ചു തരാം. അവൾ അവനെയും കൂട്ടി റോഡ് ക്രോസ് ചെയ്ത് തൊട്ടടുത്തുള്ള ലസ്സി ഷോപ്പിലേക്ക് നടന്നു. ശനിയാഴ്ച ലഞ്ചിന് വേണ്ടി മൈത്രേയിയും പുഷനും അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അതിഥിയും ഇഷാനിയുമാണ് പോകാനിരുന്നതെങ്കിലും പുഷൻ ഒരുപാട് നിർബന്ധിച്ചതുകൊണ്ട് ദിശയെയും കൂടെ കൂട്ടി. പോകുന്ന വഴിയെ കുറച്ച് സ്വീറ്റ്സും ഒരു വൈറ്റ് ബോട്ടിൽ റെഡ്മോൺ കാറ്റസും വാങ്ങിച്ചു. 11 മണിയോടെ അവർ വീടിന് മുന്നിലെത്തി. ആ വീട്ടിലെ ഡോർ രാത്രികാലങ്ങളിലല്ലാതെ ലോക്ക് ചെയ്യാറില്ല. ദിശ ഇഷാനിയുടെ കൈ വിടുവിച്ച് അകത്തേക്ക് ഓടി. ഹാളിലെ ടേബിൾ ഒരുക്കിക്കൊണ്ടിരുന്ന പുഷൻ അവളെ കണ്ടതും സന്തോഷത്തോടെ എടുത്തുയർത്തി. അവർ വന്നതറിഞ്ഞ് മൈത്രേയി ഹാളിലേക്ക് വന്നു. ഓറഞ്ചിൽ ഗോൾഡൻ കസവുള്ള സാരിയാണ് അവർ ഉടുത്തിരുന്നത്. അവരെ സംസാരിക്കാൻ വിട്ട് പുഷൻ അടുക്കളയിലേക്ക് പോയി. ദിശയും അവൻ്റെ കൈ പിടിച്ച് ചോദ്യങ്ങളുമായി പിറകെ കൂടി. 1 മണിയോടെ ലഞ്ച് റെഡിയായി. പൂർണ്ണമായും ബംഗാളിൻ്റെ രുചിയിൽ തയ്യാറാക്കിയ ഭക്ഷണങ്ങൾ ഇഷാനിയും ദിശയും ആസ്വദിച്ചു കഴിച്ചു. അതിഥിക്ക് പലതിൻ്റെയും മണവും രുചിയും ഒന്നും അത്ര പിടിച്ചില്ലെങ്കിലും അവളത് പുറത്തു കാണിക്കാതെ വിളമ്പിയത് മുഴുവനും കഴിച്ചു. പുഷൻ സ്പൂൺ കൊണ്ട് ലുചി റോൾ ചെയ്യുന്നതെങ്ങനെയെന്ന് ദിശയെ പഠിപ്പിക്കുന്നത് ഇഷാനി കൗതുകത്തോടെ നോക്കി. അതിഥി അവരറിയാതെ ഇഷാനിയെയും പുഷനെയും ഇടയ്ക്കിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പ്രത്യക്ഷത്തിൽ ഒരു തരത്തിലുള്ള സാമ്യതകളും അവർക്കില്ലായിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം ഗാർഡൻ കാണിക്കാൻ പുഷൻ ദിശയെയും കൂട്ടി മുകളിലേക്ക് പോയി. അവൾ വല്ലതും തട്ടിമറിച്ചിട്ടാലോ എന്ന ഭയത്തിൽ ഇഷാനിയും അവർക്കൊപ്പം നടന്നു. അവന് സ്നേഹത്തിന്റെ ഭാഷ നല്ലോണം വശമുണ്ട്. സോഫയിലിരുന്ന് ഗുലാബ് ജാം കഴിച്ചുകൊണ്ടിരുന്ന അതിഥി അടുത്തിരുന്ന മൈത്രേയി പറഞ്ഞത് മനസ്സിലാവാതെ അവരെ നോക്കി. അമ്മമാർക്ക് അവരുടെ മക്കൾ എന്തു ചെയ്താലും അതിൽ ഒരു ശരി കണ്ടെത്താൻ കഴിയും. അതുകൊണ്ടാണ് സമൂഹത്തിന്റെ മുന്നിൽ വലിയ തെറ്റുകൾ ചെയ്താലും തിരിച്ചു കയറി ചെല്ലാൻ പലർക്കും അമ്മയൊരുക്കി വെക്കുന്ന ഒരിടം ഉണ്ടാവുന്നത്. എല്ലാ അമ്മമാരും ചെയ്യുന്ന പോലെ അമിതമായി വിശ്വസിച്ചല്ല ഞാൻ അവനെ വളർത്തിയത്. അവനും തെറ്റുപറ്റാം, കള്ളങ്ങൾ പറഞ്ഞേക്കാം, മറ്റുള്ളവരുടെ കണ്ണീരിനു കാരണക്കാരനായേക്കാം എന്ന ബോധം എനിക്കെപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും കാലത്തിനിടയ്ക്ക് അവനെക്കുറിച്ച് ഒരു പരാതിയുമായി ആരും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. മറ്റുള്ളവരെ മനസ്സിലാക്കി കൂടെ നിൽക്കാൻ കഴിയണമെങ്കിൽ നമുക്കുള്ളിൽ അത്രയും കരുണയുണ്ടാവണം. അതവനിൽ വേണ്ടുവോളമുണ്ട്. എൻ്റെ മകൻ ആയതുകൊണ്ട് പറയുകയാണെന്ന് കരുതണ്ട. അവൻ കാരണം ആ കുട്ടി ഒരിക്കലും വേദനിക്കില്ല. അവർ പതിയെ കാലുകൾ ഉയർത്തി സോഫയിലേക്ക് വെച്ചു. ഇഷാനിയെക്കുറിച്ച് പുഷൻ അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് അതിഥിക്ക് മനസ്സിലായി. ചിരിക്കുകയല്ലാതെ അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഇഷാനിക്കപ്പോഴും ഇതൊന്നും മനസ്സിലായി കാണില്ലെന്ന് അവൾക്കുറപ്പുണ്ടായിരുന്നു. അതെങ്ങനെ ഇരിക്കട്ടെ എന്ന് അവളും കരുതി. എപ്പോഴെങ്കിലും അവളായിട്ട് ആ ഇഷ്ടം തിരിച്ചറിഞ്ഞ് സ്വീകരിക്കണോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കുന്നതാണ് നല്ലത്. മറ്റാരും അറിയാതെ രണ്ടുപേർക്കിടയിൽ മാത്രം വേരുപിടിക്കുന്ന ചില ബന്ധങ്ങളുണ്ട്. അതിന് വെള്ളവും വളവും നൽകാൻ മൂന്നാമതൊരാൾ കടന്നു ചെല്ലേണ്ടതില്ല. അതവരിൽ മാത്രം തളർക്കുകയോ കൊഴിയുകയോ ചെയ്യട്ടെ. ആൻറ്റി ഒരു 10 വർഷത്തോളം കരിയറിൽ ബ്രേക്ക് എടുത്തു എന്നെവിടെയോ വായിച്ചതായി ഓർക്കുന്നുണ്ട്. അതെന്തുകൊണ്ടായിരുന്നു? അല്പനേരത്തെ മൗനത്തിന് ശേഷം അവൾ ചോദിച്ചു. നമ്മുടെ ജീവിതം മറ്റൊരാൾ എഴുതുമ്പോൾ അതിൽ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്തും. ഞാൻ ബ്രേക്ക് എടുത്തുവെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എന്നെ നൃത്തം ചെയ്യാൻ അനുവദിച്ചില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരു വ്യവസ്ഥിതിക്കുള്ളിൽ നിൽക്കുമ്പോൾ അതിലുള്ളവരെക്കുറിച്ച് മോശം പറയുന്നത് എന്നെപ്പോലൊരാളുടെ വ്യക്തി ജീവിതത്തിന് മങ്ങലേൽപ്പിച്ചേക്കാം എന്ന ചിന്തയാവാം അങ്ങനെ എഴുതാൻ അവരെ പ്രേരിപ്പിച്ചത്. നല്ല കുടുംബിനി ആവുക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ അയാൾക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ അപമാനങ്ങളെയും വിവേചനങ്ങളെയും കണ്ടില്ലെന്ന് നടിച്ച് അഭിനയിക്കുക എന്നതുകൂടിയാണല്ലോ. അത് പറയുമ്പോൾ അവരുടെ ഉള്ളിലെ സങ്കടവും നിരാശയും മുഖത്ത് പ്രതിഫലിച്ചിരുന്നു. 20-ാം വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിയുന്നത്. അമ്മ ഒരു ഡാൻസറായിരുന്നു. അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും. നല്ല വിദ്യാഭ്യാസം നൽകിയാണ് അവർ എന്നെ വളർത്തിയത്. 20 വയസ്സിനുള്ളിൽ ഏകദേശം 300ഓളം വേദികളിൽ ഞാൻ നൃത്തം ചെയ്തു. ഒരു നല്ല ആലോചന വന്നപ്പോൾ വിവാഹം നടത്തുന്നതിൽ വീട്ടുകാർക്ക് തെറ്റൊന്നും തോന്നിയില്ല. വിവാഹ സമയത്ത് എൻ്റെ ഭർത്താവ് ഇംഗ്ലണ്ടിൽ നിന്നും പഠനം കഴിഞ്ഞ് ബംഗാളിലെ മുൻനിര പത്രമായ ടെലഗ്രാഫിൽ ചീഫ് റിപ്പോർട്ടറായി വർക്ക് ചെയ്യുകയായിരുന്നു. ഈ വീട്ടിലേക്ക് മരുമകളായി കയറി വന്നപ്പോൾ അത് വലിയ അഭിമാനമായി എനിക്കും തോന്നി. തലമുറകൾക്ക് കഴിയാനുള്ള സ്വത്തുള്ളപ്പോൾ ഞാൻ നൃത്തം ചെയ്ത് പണം സമ്പാദിക്കേണ്ടെന്ന് ഇവിടുത്തെ അമ്മ വിവാഹം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ തന്നെ ഉത്തരവിറക്കി. പതിയെ എല്ലാം മാറുമെന്ന് കരുതി ഞാൻ അന്ന് മറുത്തൊന്നും പറഞ്ഞില്ല.
അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കുറച്ചു കാലം കൂടെ കാത്തിരിക്കെ എല്ലാം ശരിയാകുമെന്ന് എൻ്റെ വീട്ടുകാരും പറഞ്ഞു. പുറത്ത് വലിയ പുരോഗമനവാദിയായ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എഴുതിക്കൊണ്ടിരുന്ന എൻ്റെ ഭർത്താവ് പക്ഷേ സ്വന്തം ഭാര്യ വീട്ടിന് പുറത്തിറങ്ങുന്നതിൽ ഭയപ്പെട്ടു. വീണ്ടും ചിലങ്കാണിയാനുള്ള കാത്തിരിപ്പിനിടയിൽ പുഷനും അവൻ്റെ ചേച്ചിയും ഉണ്ടായി. വർഷങ്ങൾ കടന്നുപോയിട്ടും മാറ്റങ്ങൾ ഒന്നും ഉണ്ടായില്ല. എല്ലാം കൊണ്ടും മടുത്തുപോയ ഒരു ദിവസം ഞാൻ എൻ്റെ പെട്ടിയിൽ അടുക്കിവെച്ച നൃത്തത്തിൻ്റെ വസ്ത്രങ്ങൾ അണിഞ്ഞ് അടുക്കളയിൽ കയറി നൃത്തം ചെയ്തു. എനിക്ക് ഭ്രാന്താണെന്ന് അവർ ആരോപിച്ചു. സത്യത്തിൽ എനിക്ക് ഭ്രാന്ത് തന്നെയായിരുന്നു. കലയോട്, സ്വപ്നങ്ങളോട്, ജീവിതത്തോട് എല്ലാം കൈവിട്ടുപോയ ഒരാൾക്ക് വീണ്ടും തുടങ്ങാൻ എളുപ്പമല്ലല്ലോ. പക്ഷെ പതിയെ എൻ്റെ 40കളിൽ ഞാൻ നൃത്തത്തെ വീണ്ടെടുത്തു. ഒരുപാട് അവസരങ്ങൾ തേടി വന്നു. ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് ചിലങ്ക അഴിക്കാൻ പോലും സമയമില്ലാതെ ഞാൻ ഓടി. എതിർക്കാനും കുറ്റം പറയാനും അന്നും ഭർത്താവ് ഉൾപ്പെടെ പലരും ചുറ്റുമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഉള്ളിൽ നിറയെ അമർത്തിച്ചവിട്ടുന്ന ചുവടുകളുടെ ശബ്ദം മാത്രമായിരുന്നു. പതിയെ എൻ്റെ വിജയങ്ങളിൽ, പ്രശസ്തിയിൽ അവരുടെ ശബ്ദം ഇല്ലാതായി. ഇവിടെ താഴെയുള്ള മുറി എൻ്റെ ഭർത്താവിൻ്റേതായിരുന്നു. അവസാന കാലത്ത് അദ്ദേഹം ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയതായി എനിക്ക് ഓർമ്മയില്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചതായും ഈ വീട് വിട്ട് വേറെ ഒരിടത്തേക്ക് മാറാമെന്ന് മക്കൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന് ഒരുക്കമല്ല. മരുമകളെന്ന അവകാശമല്ല. ഞാൻ ഒരിക്കൽ മരിച്ചു വീണതും വീണ്ടും ജനിച്ചതും ഇവിടെയാണ്. ഇവിടെ ഞാൻ എന്തിനുപേക്ഷിക്കണം? ഈ വീട് എൻ്റെ ഭയങ്ങളുടെയും സങ്കടങ്ങളുടെയും പോലെ കരുത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ്. അവർ ഒരു ദീർഘനിശ്വാസത്തോടെ സോഫയിലേക്ക് ചാരി. അവർ പറഞ്ഞത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ അതിഥിക്ക് കഴിഞ്ഞില്ല. എല്ലാ സൗഭാഗ്യങ്ങളോടെയും ജീവിച്ച ഒരു സ്ത്രീയായി മാത്രമാണ് ഇത്രയും കാലം അവർ താൻ മനസ്സിലാക്കി വെച്ചിരുന്നത്. അന്നത്തെ ആ ഭയത്തെ മറികടന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ മൈത്രേയി റോയ് ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അതിനുള്ള ധൈര്യം എങ്ങനെ കിട്ടി? അവൾ ആകാംക്ഷയോടെ അവരെ നോക്കി. കബീർദാസിൻ്റെ ഒരു ദോഹയുണ്ട്. ഫോർ മില്യൺസ് ഓഫ് ഇയേഴ്സ് യു ഹാവ് സ്ലെപ്റ്റ്. ദിസ് മോർണിംഗ് വിൽ യു നോട്ട് വേക്ക്. വർഷങ്ങളോളം ഞാൻ എന്നെ മറന്നുകൊണ്ടുള്ള നീണ്ട മയക്കത്തിലായിരുന്നു. ഒരു ദിവസം ഞാൻ അത് മതിയാക്കി എഴുന്നേറ്റു, അവസാനിക്കാത്ത വിശപ്പോടെ. അന്ന് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ ഇഷാനിയും ദിശയും ഒരുപാട് സംസാരിച്ചെങ്കിലും അതിഥിയുടെ ചിന്തകൾ മുഴുവൻ അവരുടെ നഷ്ടമായ ആ 10 വർഷങ്ങളെക്കുറിച്ചായിരുന്നു. വീട്ടിലെത്തി ബെഡിലേക്ക് ചാഞ്ഞതും അവൾ മയക്കത്തിലേക്ക് വീണു. കൊറിയർ ബോയിയുടെ കോളിംഗ് ബെൽ കേട്ടാണ് ഉണർന്നത്. ഉറക്കമിടാതെ കണ്ണുകളോടെ അവൻ നൽകിയ മഹാദേവിൻ്റെ പേരിൽ വന്ന കത്ത് പൊട്ടിച്ചു വായിച്ചു. പ്രിയപ്പെട്ട അതിഥി, ഞാൻ നിന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയാണെങ്കിൽ ഈ കത്ത് നിന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. ഞാൻ ഇനിയും എഴുതുമെന്ന് നിനക്കുറപ്പുണ്ടായിരുന്നു. നിന്റെ പ്രതീക്ഷകളെ ഒരിക്കലെങ്കിലും മുറിയാതെ സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ ഈ പൊള്ളുന്ന ഉച്ചവെയിലത്ത് പേരറിയാത്ത ഒരു മരത്തിൻ്റെ തണലിലിരുന്ന് ഞാൻ അവസാനമായി നിനക്ക് വേണ്ടി എഴുതുകയാണ്. ഇന്നലെ പുലർച്ചെ ഞാനൊരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റു. റാന്തലിൻ്റെ വെളിച്ചം മാത്രമുള്ള ഒരു ഇരുണ്ട മുറിയിൽ ഒത്തനടുക്കായി വട്ടത്തിലുള്ള മേശ. അതിനു ചുറ്റും എനിക്ക് പ്രിയപ്പെട്ട ഒരുപാട് പേർ ഇരിക്കുന്നു. മഞ്ഞ വെളിച്ചം പതിച്ച് അവരുടെ മുഖത്തേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. എനിക്ക് തീർത്തും അപരിചിതമായ ഭാവമായിരുന്നു അവരുടെ കണ്ണിൽ. ഞാൻ ചെയ്യാത്ത കുറ്റം ആരോപിച്ച് ഒരു ശബ്ദം എന്നെ ചോദ്യം ചെയ്തു തുടങ്ങി. അതാരാണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുൻപേ കൂടിയിരുന്ന എല്ലാവരും ചോദ്യങ്ങളും ശകാരങ്ങളും കൊണ്ടെന്നെ മൂടി. എനിക്ക് മാത്രം ഇരിക്കാൻ കസേരയുണ്ടായിരുന്നില്ലെന്ന് ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഞാൻ എന്നെക്കൊണ്ടാവുന്ന പോലെ ശബ്ദമുയർത്തി ആരോപണങ്ങളെ എതിർക്കാൻ ശ്രമിച്ചു. പക്ഷേ ആരും അത് കേൾക്കാൻ തയ്യാറായില്ല. ദയയുടെ നേരിയ കണിക പോലും ആരുടെ മുഖത്തും ഉണ്ടായില്ല. എനിക്ക് ചുറ്റും പേടി തോന്നി. പിന്നെ ഞാനത് കേട്ടില്ലെന്ന് നടിച്ച് മേശയ്ക്ക് ചുറ്റും നടന്നു. പതിയെ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തി എൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. അത്രയും കാലം എനിക്ക് പോലും അന്യമായിരുന്ന ഒരു ചിരി. പക്ഷെ സത്യത്തിൽ ഉള്ളിൽ ഞാൻ കരയുകയായിരുന്നു. അതെനിക്ക് മാത്രമേ മനസ്സിലായിരുന്നുള്ളൂ. കൂടുതൽ ആർത്ത് കരയാൻ ശ്രമിക്കും തോറും ചിരി കൂടുതൽ ഉച്ചത്തിലായി. പെട്ടെന്ന് ആരോ എനിക്ക് ഭ്രാന്താണെന്ന് വിളിച്ചു പറഞ്ഞു. ഞാനത് നിഷേധിച്ചില്ല. ചെയ്യാത്ത തെറ്റിനെ തെറ്റിദ്ധരിക്കപ്പെടുന്നതിലും ഭേദം അതാണെന്ന് തോന്നി. തളർന്നു വീഴും വരെ ഞാൻ ചിരിച്ചുകൊണ്ടേയിരുന്നു. നമുക്ക് അംഗീകരിക്കാനും മറ്റുള്ളവർക്ക് പറയാനും മടിയുള്ള സത്യങ്ങളാണ് നമ്മൾ കാണുന്ന ദുസ്വപ്നങ്ങളെന്ന് എനിക്ക് തോന്നാറുണ്ട്. ദുസ്വപ്നം കാണാതിരിക്കാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ കാലുകഴുകി നാമം ജപിച്ചു കിടക്കണമെന്ന് പണ്ട് അച്ചമ്മ പറയാറുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഞാൻ കണ്ട സ്വപ്നങ്ങളിലെല്ലാം എൻ്റെ ഭയങ്ങളും മറക്കാൻ ശ്രമിക്കുന്ന ഓർമ്മകളും മാത്രം നിറഞ്ഞു നിന്നു. നമ്മളെല്ലാം എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ഇടയ്ക്ക് ഞാൻ ആലോചിക്കാറുണ്ട്. ജീവിക്കാൻ വലിയ പ്ലാനുകൾ ഉണ്ടാവണം, സ്വപ്നങ്ങൾ ഉണ്ടാവണം എന്നെല്ലാം പറയുമ്പോഴും ഇതൊന്നുമില്ലാതെയും സന്തോഷമായി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരില്ലേ? ഒരാളുടെ സന്തോഷവും സ്വപ്നവുമെല്ലാം മറ്റൊരാളാവുക എന്നതും മനോഹരമല്ലേ? അയാളോട് ചേർന്ന് നടക്കുക, ആഗ്രഹങ്ങൾക്ക് ഒപ്പം നിൽക്കുക, സമാധാനമായി ജീവിക്കുക, ഇതുമാത്രം ആഗ്രഹിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്?
ഒരു വട്ടത്തിൻ്റെ 2 ബിന്ദുക്കളിൽ ജീവിതവും പേറ് നടക്കുന്നവരാണ് നമ്മളെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരാളെങ്കിലും നടത്തം അവസാനിപ്പിക്കാത്തിടത്തോളം തമ്മിൽ കണ്ടുമുട്ടുക സാധ്യമല്ല. അല്പസമയത്തേക്ക് ആ നടത്തം അവസാനിപ്പിച്ച് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ തീരുമാനിച്ചു. കൊൽക്കത്തയിലെ നിന്റെ തിരക്കുള്ള വൈകുന്നേരങ്ങളിൽ ഒന്ന് നീ എനിക്ക് വേണ്ടി മാറ്റിവെക്കുമെന്ന പ്രതീക്ഷയോടെ, ഒരുപാട് സ്നേഹത്തോടെ, മഹാദേവ്. അവൾ കത്തിനൊപ്പമുള്ള പേപ്പറിൽ എഴുതിയ അഡ്രസ്സും ഡേറ്റും നോക്കി. നാളെ വൈകുന്നേരം 4 മണിക്ക് ഇന്ത്യൻ കോഫി ഹൗസിൽ ഈ കത്തുകളുടെ ഉടമ വരുന്നു. പെട്ടെന്നൊരു കൂടിക്കാഴ്ച അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്രയും കത്തുകൾ തനിക്കെഴുതി കൊൽക്കത്ത വരെ തന്നെ കാണാൻ ഒരാൾ വരണമെങ്കിൽ അയാൾ താൻ പോലും അറിയാതെ തൻ്റെ ജീവിതവുമായി എവിടെയോ കെട്ടുപിണഞ്ഞു കിടക്കുന്നുണ്ടെന്ന് അവൾക്കുറപ്പായി. അവൾ പെട്ടെന്ന് തന്നെ ലയയെ വിളിച്ചു. നീ എന്നിട്ട് എന്ത് തീരുമാനിച്ചു? നാളെ പോകുന്നുണ്ടോ? എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ലയ ആദ്യം ചോദിച്ചത് അതാണ്. അവിടെ എന്നെ കാത്തിരിക്കുന്നത് ആരായിരിക്കും എന്ന ഒരു ധാരണയുമില്ലാതെ ഞാൻ എങ്ങനെയാണ് പോകുന്നത്? അവൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇനി ഒരിക്കലും എഴുതില്ല എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആദ്യമായും അവസാനമായും ഒന്നും കാണുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഏറി വന്നാൽ നിനക്ക് നഷ്ടമാകാനുള്ളത് ഒരു വൈകുന്നേരം മാത്രമാണ്. ഫോൺ വെച്ചു കഴിഞ്ഞപ്പോൾ ലയ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നി. തന്നെക്കുറിച്ച് നന്നായി അറിയുന്ന, എന്നാൽ തനിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ആ ഒരാൾ ആരാണെന്ന ആകാംക്ഷ അവളെ പതിയെ പൊതിഞ്ഞു. പറഞ്ഞതിനും 10 മിനിറ്റ് മുൻപേ അവൾ ഇന്ത്യൻ കോഫി ഹൗസിലെത്തി. ഫിൽറ്റർ കോഫിയുടെയും അടുത്തടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലെ പഴയ പുസ്തകങ്ങളുടെയും മണം അവൾക്ക് പരിചിതമായിരുന്നു. കൊൽക്കത്തയിൽ ഓഫീസും വീടും കഴിഞ്ഞാൽ അവൾ ഏറ്റവും സമയം ചിലവഴിച്ചിട്ടുള്ളത് ഇവിടെയാണ്. മുകളിലത്തെ നിലയിൽ ഒരു ടേബിളിൽ ലാപ്ടോപ്പിലോ പുസ്തകങ്ങളിലോ കണ്ണുനട്ട് ഒരു ഫിൽറ്റർ കോഫിയും ഫ്രഞ്ച് ടോസ്റ്റും ഓർഡർ ചെയ്ത് മണിക്കൂറുകളോളം അവൾ ഇരിക്കാറുണ്ട്. കോളേജ് കുട്ടികളും ഓഫീസിലെ തിരക്കുകൾക്കിടയിൽ നിന്നും ഓടിയെത്തുന്നവരും പത്രം വായിക്കാനായി ഒരുമിച്ചിരിക്കുന്ന പ്രായം ചെന്നവരുമായി എപ്പോഴും അവിടെ തിരക്കാണ്. രാഷ്ട്രീയവും സിനിമയും സാഹിത്യവും സംബന്ധിക്കുന്ന ഉച്ചത്തിലുള്ള ചർച്ചകൾ നടക്കുമെങ്കിലും ആ സംസാരങ്ങൾ ഒരാൾക്കും ശല്യമാവാറില്ല. അത്രയും ബഹളത്തിലും നമുക്ക് നമ്മുടേതായ ഒരു ചെറിയ ലോകം അവിടെ താനെ ഉടലെടുക്കും. അവൾ പതിവ് പോലെ മുകളിലെ നിലയിലേക്ക് നടന്നു. 2 പേർക്ക് ഇരിക്കാൻ പാകത്തിന് ഒരുക്കിയ ടേബിളിനരികെ കസേര നീക്കിയിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ താഴെ വെള്ള ഡ്രസ്സും തലപ്പാവും ഇട്ട വെയിറ്റർമാർ അടുപ്പിച്ച മേശകൾക്കിടയിലൂടെ ഓർഡർ എടുക്കാനായി ധൃതിയിൽ നടക്കുന്നതും ഒപ്പം വന്നു പോകുന്നവരെയും വ്യക്തമായി കാണാം. പൊടിപിടിച്ച വലിയ സീലിംഗ് ഫാനുകൾ വേഗതയില്ലാതെ മുകളിൽ കറങ്ങിക്കൊണ്ടിരുന്നു. അവളൊരു ബ്ലാക്ക് കോഫിക്ക് ഓർഡർ കൊടുത്തു. അതിനിടയ്ക്ക് രോഹിണിയുടെ കോൾ വന്നെങ്കിലും അവളത് അറ്റൻഡ് ചെയ്തില്ല. മനസ്സപ്പോഴും അയാളെഴുതിയ അവസാന കത്തിലെ വരികളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. തൻ്റെ മുന്നിലെ ഒഴിഞ്ഞ കസേരയിൽ വന്നിരിക്കാൻ പോകുന്നത് ആരാവുമെന്നറിയാൻ ആകാംക്ഷയോടെയും ഒപ്പം ചെറിയ ഭയത്തോടെയും അവൾ വിരലുകൾ പൊട്ടിച്ചു. വാച്ചിൽ നോക്കിയപ്പോൾ സമയം 4 മണി കഴിഞ്ഞിരിക്കുന്നു. ആരും വരാതിരുന്നാലോ? ഇനി വരുന്ന ആൾ താൻ ഒരിക്കലും വീണ്ടും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്ത ഒരാളാണെങ്കിലോ? ചൂടുകാപ്പിയിലേക്ക് ഉറ്റുനോക്കി വീണ്ടും ചിന്തകളിലേക്ക് തെന്നി വീഴാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് പിറകിൽ നിന്നും അവൾ ആ വിളി കേട്ടു. ഹലോ അതിഥി. 10 മടങ്ങ് വേഗത്തിൽ മിടിക്കുന്ന ഹൃദയത്തോടെ അവൾ തിരിഞ്ഞു നോക്കി. രാഹുൽ. വരുമെന്ന് കരുതി അവൾ ഓർത്തെടുത്ത മുഖങ്ങളിൽ ഒരിക്കൽ പോലും അവനുണ്ടായിരുന്നില്ല. പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരാളെ കണ്ട ഞെട്ടലോടെ അവൾ അല്പനേരം കണ്ണിമ ചിമ്മാതെ അവനെ തന്നെ നോക്കി നിന്നു.